നമ്മുടെ കയ്യിൽ വലിയ വലിയ ഫോണുകളൊക്കെ ഉണ്ടാവും. പക്ഷേ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അതിന് സ്റ്റോറേജ് ഫുള്ളാവുക അല്ലെങ്കിൽ സ്റ്റോറേജ് മതിയാവാതെ വരിക എന്നുള്ളത്. കാരണം നമ്മൾ എടുക്കുന്ന ഫോട്ടോകളും വീഡിയോകളൊക്കെ ഇപ്പോൾ വരുന്ന ഫോണുകളിലേക്ക് നല്ല സൈസ് കൂടുതലുള്ളതായതിനാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ നമ്മൾ നേരിടുന്നു. അപ്പോൾ നമുക്കിതിന് ഏറ്റവും നല്ല ഒരു സൊല്യൂഷനാണ് ക്ലൗഡ് സ്റ്റോറേജുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. ക്ലൗഡ് സ്റ്റോറേജുകൾ പലതും ഉണ്ടാവും. പക്ഷേ നമുക്കതിനൊക്കെ ലിമിറ്റഡ് ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ കൂടുതൽ സ്റ്റോറേജ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുക്കണം. എന്നാൽ ക്യാഷ് ഒന്നും കൊടുക്കാതെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റോറേജ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് ടെലിഗ്രാം ബേസിൽ പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ. നിങ്ങൾ കൂടുതലായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ടെലിഗ്രാം ബേസ്ഡ് ആണ് പ്രവർത്തിക്കുന്നത്. ടെലിഗ്രാമിൽ എന്ത് സെക്യൂരിറ്റിയാണോ നമുക്ക് നൽകുന്നത് അതേ സെക്യൂരിറ്റി ഒരു ആപ്ലിക്കേഷനകത്തും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൂടാതെ പ്രത്യേകമായിട്ട് പണം അടയ്ക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞു തന്നതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്നെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നൽകിയത് കാണാം. ടെലിഗ്രാം ബേസിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആപ്പാണിതെന്ന്. അതിനുശേഷം ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ഫീച്ചേഴ്സുകൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം നൽകി മുൻപോട്ട് പോകുക. അതിനുശേഷം ഇവിടെ നമ്മൾ പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ടെലിഗ്രാമിലൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ടെലിഗ്രാം അക്കൗണ്ട് ഇല്ലാത്തവർ സിമ്പിളായിട്ട് നമ്മൾ വാട്സപ്പിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ നമ്പർ നൽകി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അത്രമാത്രമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ടെലിഗ്രാമിൽ ഉപയോഗിച്ച നമ്പർ ഏതാണോ അത് ഈ ഭാഗത്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഭാഗത്ത് കൺട്രി കോഡ് സഹിതം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 919035324258 ഇതാണ് എൻ്റെ ടെലിഗ്രാം നമ്പർ എന്നിരിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്പർ കൺഫേം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരിക്കും. യെസ് എന്നുള്ളത് നൽകുക. അതിനുശേഷം നിങ്ങളുടെ ടെലിഗ്രാം അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ സെക്യൂരിറ്റി കോഡ് വരുന്നതായിരിക്കും. അഥവാ നിങ്ങളുടെ ടെലിഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ടെലിഗ്രാമിൽ നിന്നും വന്ന ഒരു സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പിൻ ചെയ്ത് വെച്ചതുണ്ടെങ്കിൽ അതിന് താഴെയായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. പിൻ ചെയ്ത് വെച്ച കോൺടാക്റ്റുകളുണ്ടെങ്കിൽ അതിന് താഴെയായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ വരിക. വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീസെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇവിടെ എനിക്കിതിൻ്റെ കോഡ് വന്നിട്ടുണ്ട്. ടെലിഗ്രാം എന്നുള്ള ആ ഒരു ചാനലിൽ നിന്ന് തന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇതേ രീതിയിൽ നിങ്ങൾക്കും ടെലിഗ്രാമിൽ നിന്ന് കോഡ് വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ടെലിഗ്രാമിൻ്റെ അതേ അക്കൗണ്ടിലാണ് ഈ കോഡ് നമുക്ക് വന്നിട്ടുള്ളത്. ആ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റെ അക്കൗണ്ട് ഞാൻ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നൽകി പ്രൊട്ടക്ട് ചെയ്തതിനാൽ അതിൻ്റെ പാസ്വേഡും ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ പാസ്വേഡ് നൽകുക. അതിനുശേഷം സബ്മിറ്റ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അതിന് ഇൻ്റർഫേസിലേക്ക് എത്താൻ സാധിക്കും. അവിടെ നിന്ന് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അലോ നൽകാം, ഇല്ലെങ്കിൽ ഡിനേ ചെയ്യാം, കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നതായിരിക്കും. ടേക്ക് മീ ടു സെറ്റിംഗ്സ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് അലോ ആക്സസ് ടു മാനേജ് ഓൾ ഫയൽസ് എന്നുള്ള ഭാഗം ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർഫേസ് സിമ്പിളാണ്. ഇതിൽ കൂടുതലായിട്ടുള്ള സെറ്റിങ്സുകളോ അങ്ങനെ യാതൊന്നുമില്ല. ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡാറ്റ യൂസേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡാർക്ക് മോഡ് ചെയ്യണമെങ്കിൽ മുകളിൽ ഓപ്ഷൻ ഉണ്ട്. അത് ഡാർക്ക് മോഡിലേക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബാറ്ററി സേവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇതിലേക്ക് ഫയലുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജുകൾ ആഡ് ചെയ്യാം, അതുപോലെ മറ്റുള്ള ഫയലുകളും ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. ഫയൽസ് എന്നുള്ള ഭാഗമാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഗാലറി എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്നും അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം അപ്ലോഡ് എന്നുള്ളത് നൽകി നിങ്ങൾക്ക് എന്താണോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യേണ്ടത് അത് ഇതേ രീതിയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്കത് അപ്ലോഡ് ആവുന്നത് കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് ഏതാണോ അതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി അതേ രീതിയിൽ തന്നെ ഇതിലേക്ക് അപ്ലോഡ് ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ ചോദിക്കുന്നുണ്ട്, 4 ഓപ്ഷനുകൾ ചോദിക്കുന്നുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്യണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസിലേക്ക് തന്നെ അത് സേവ് ചെയ്യണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇതിനെ ഷെയർ ചെയ്യണോ, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണോ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതാണ് വേണ്ടത് അത് ചൂസ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ ഇതിനെ കാണാം. ഇനി നിങ്ങൾ നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് ഇതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനകത്ത് തന്നെ നമുക്കിത് ലഭിക്കുന്നതായിരിക്കും. അതുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണല്ലോ അവിടെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതിനെ ഡിലീറ്റ് ചെയ്തു. അതിനെ ഡിലീറ്റ് ചെയ്ത് നമ്മുടെ ഈ ആപ്പിലേക്ക് തിരിച്ചു വന്നപ്പോൾ
ഇവിടെ ആപ്പ് അതേ രീതിയിൽ തന്നെയുണ്ട്. വേണമെങ്കിൽ ഇതിനൊക്കെ ഡിവൈസിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇവിടെയുള്ളൊരു സംശയം എന്ന് പറയുന്നത് ടെലിഗ്രാമിൽ നിങ്ങൾ ഹിസ്റ്ററി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോസ് ഇവിടുന്ന് പോകുമെന്നാണ്. ടെലിഗ്രാമിൽ ഹിസ്റ്ററി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോസ് ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫയലുകൾ നഷ്ടപ്പെടുകയില്ല. അത് നിങ്ങൾ ടെലിഗ്രാമിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ചെയ്യുന്ന രീതി സെറ്റ് ചെയ്ത് വെച്ചതാണെങ്കിലും നിങ്ങളുടെ ഫയലുകൾ ഇവിടെ തന്നെ ഉണ്ടാവും, നഷ്ടമാവുകയില്ല. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കാൻ സാധിക്കും. ക്ലൗഡ് സ്റ്റോറേജ് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും മറ്റൊരു ഫോണിൽ നമുക്കിതിനെ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡാറ്റകൾ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റകൾ അവിടെ തന്നെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് ഫ്രീ ആക്കുന്നതിനും ഈ ഒരു ഓപ്ഷനെ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഈ ഒരു ക്ലൗഡ് സ്റ്റോറേജുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.